പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനത്തെ സ്നേഹിച്ച്, കർത്താവിനെ സ്നേഹിച്ച് വളരെ കഷ്ടപ്പാടുള്ള ഈ ദിവസത്തിലും വളരെ ബദ്ധപ്പാടുകൾ സഹിച്ചും ഇപ്രകാരം ഈ കൂട്ടായ്മയിലേക്ക്, ഈ വചനപഠന കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ കാണിച്ച പ്രയത്നത്തെ സ്വർഗത്തിലെ ദൈവം നിത്യതയിൽ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കണമേ. മനസ്സൊരുക്കം തരണമേ. അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂദായി എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ യൂദായി എഴുതിയ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലവും 25 വാക്യങ്ങളുടെ ഡിവിഷനൊക്കെ നമ്മൾ ചിന്തിച്ചു. 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 1-2 വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും, 3-4 ഒരു മുന്നറിയിപ്പും, 5 മുതൽ 20 വരെയുള്ള 23 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒരു യൂദായുടെ നിലപാട് എന്താണെന്നാണ്. 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ തൻ്റെ നിലപാട് എന്താണെന്നാണ് വിവരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രബോധനവുമാണ്. തുടർന്ന് അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. യൂദായി ലേഖനത്തിൽ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി ദൈവമക്കൾ നമ്മൾ പോരാടണം. എൻ്റെ 3-ാം വാക്യത്തിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ 1-2 വാക്യങ്ങൾ ആമുഖമാണെന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഒപ്പം ആ 1-2 വാക്യങ്ങളിൽ അപ്പസ്തോലനായ വിശുദ്ധ യൂദാ ഈ പോരാടേണ്ട സൈന്യം ആരാണ് എന്നും കൂടെ അവിടെ നമ്മോട് പറയുക. സൈന്യം ആരാണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. രക്ഷിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിശുദ്ധന്മാർ, കർത്താവിനായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം, ഇവരാണ് സൈന്യം. ഇവരാണ് പോരാടേണ്ടവർ. കോൾഡ്, സെറ്റ് അപ്പാർട്ട് ആൻഡ് പ്രിസർവ്ഡ് പീപ്പിൾ. എന്നിട്ട് നാം കണ്ടു, അവിടെ കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധരെ തൻ്റെ കൃപയും കരുണയും സ്നേഹത്താലും നിറച്ച് പോരാടേണ്ടതിനായി ഒരുക്കുകയാണ്. ഒരു സൈന്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ സൈന്യത്തിലെ അംഗങ്ങളാണ് പ്രിയരെ. നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് തുടർന്ന് യൂദാ അപ്പസ്തോലൻ നമ്മളോട് പറയുകയാണ്. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഞാൻ ആ നിലയിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണോ? എനിക്കും ആ ഒരു ബോധം എന്നിലുണ്ടോ? ഞാനും ഈ സൈന്യത്തിലെ ഒരു അംഗമാണോ? ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം ദൈവം വിളിച്ച് വേർപെടുത്തി നമ്മളെ ഈ സൈന്യത്തിൽ ചേർത്തിയിരിക്കുന്നത് യുദ്ധസേവ ചെയ്യുവാനായിട്ടാണ്. യുദ്ധസേവ ചെയ്യുവാൻ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊക്കെ ചില എക്സ് സർവീസ് കഴിഞ്ഞവർ ഇങ്ങനെ വീമ്പ് പറയുന്ന ആൾക്കാർ പറയാറുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ കാലത്ത് ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ട് എൻ്റെ കാലാവധി തീർത്തു. എനിക്ക് തോന്നുന്നത് ഇപ്രകാരം നമ്മളിൽ പലരും ഈ എക്സ് സർവീസുകാരുടെ കൂട്ടത്തിൽ ആണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ പ്രിയരെ, അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പോരാട്ടമുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. പോരാട്ടമുണ്ടോ, പോരാട്ടം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ നമുക്കതിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് അവിടെ അതിലൂടെ നമുക്ക്
നമ്മുടെ ശത്രു ആരാണെന്ന് ചിന്തിച്ച് തുടങ്ങാം. അത് മുഴുവനും പഠിക്കുവാനുള്ള സമയം നമുക്കിന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന പോലെ നമുക്കത് ചിന്തിക്കാം. ആ ഭാഗം ഒന്ന് വായിക്കാം. യൂദായുടെ ലേഖനം ഒരധ്യായം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 3-4 വാക്യങ്ങൾ ഒരാൾക്ക് ഉറക്കെ ഒന്ന് വായിക്കാം. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതി. ഈ വാക്യങ്ങളിൽ ശത്രു ആരാണെന്ന് അപ്പസ്തോലൻ വെളിപ്പെടുത്തി നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവമക്കൾക്ക്. ഞാനിത് പറഞ്ഞ് തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ സൂചിപ്പിച്ചൊരു കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം യൂദാ അപ്പസ്തോലൻ ഇപ്രകാരം ഒരു ബാറ്റിൽ ലെറ്റർ എഴുതാനായിട്ടല്ല താൻ ആഗ്രഹിച്ചിരുന്നത്. തനിക്ക് ലഭിച്ച രക്ഷയെ ഒന്ന് പുകഴുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷം രചിക്കുവാനായിട്ടാണ്, അല്ലേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും അതാണ് യൂദാ അപ്പസ്തോലൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മനസ്സ് മാറ്റി ഒരു ബാറ്റിൽ ലെറ്റർ എഴുതിക്കുകയാണ്. ഒരു പോരാട്ടത്തിൻ്റെ, അല്ലേ, ദുഷ്ടശക്തിക്കെതിരെയുള്ള പോരാട്ടം, അതിനെക്കുറിച്ച് ഒരു കത്തെഴുതുവാനായിട്ട് യൂദാ അപ്പസ്തോലനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതാണ് പ്രിയരെ. രക്ഷ പ്രാപിക്കുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, അതിനോടൊപ്പം തന്നെ അതിപ്രധാനമായിട്ടൊരു കാര്യമാണ് ഈ രക്ഷയിൽ നിലനിൽക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഈ രക്ഷയിൽ നിലനിൽക്കുക, ലഭിച്ച രക്ഷയിൽ നിലനിൽക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലഭിച്ച രക്ഷയിൽ നാം നിലനിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഭാഗം വായിക്കും നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ലഭിച്ച രക്ഷയിൽ നിലനിൽക്കുക. ഹല്ലേലൂയ. കാരണം യൂദാ അപ്പസ്തോലനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? അതിനേക്കാൾ വലിയ എന്ത് അനുഗ്രഹമാണ് നമുക്കുള്ളത്, അല്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ക്രിസ്തു യേശുവിൽ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ദൈവമക്കളാകുവാൻ ദൈവത്തിന് നമ്മളോട് കൃപ തോന്നിയതിനേക്കാൾ വലിയ രക്ഷ എന്താ ഉള്ളത്? വേറെ എന്ത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? അതോർത്ത് ദൈവത്തെ പുകഴുവാനും ദൈവത്തിന് നന്ദി പറയുവാൻ. യൂദാ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒബ്ജക്റ്റ് ഓഫ് പ്രൈസ്, ജുഡായ, സ്തുതി, പുകഴ്ച, ഇതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അതുപോലെ തൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനായിട്ട് യൂദാ ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യൂദായെ ഒരു ബാറ്റിൽ ലെറ്റർ എഴുതുവാനായിട്ട് പ്രേരിപ്പിക്കുക. കാരണം യൂദാ അപ്പസ്തോലൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയരെ, ക്രിസ്തീയ ജീവിതം എന്നുള്ളത് പ്ലേ ഗ്രൗണ്ട് അല്ല, ഒരു കളിക്കളമല്ല. ക്രിസ്തീയ ജീവിതം ഒരു ബാറ്റിൽ ഫീൽഡാണ്. കൃപാവരങ്ങൾ കളിക്കോപ്പുകളല്ല. ഈ ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ നേരെ തിരിച്ചാണ് ഇന്ന് നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ നാം കാണുന്നത്, അല്ലേ? കൃപാവരങ്ങളെ കളിക്കോപ്പുകളായി, കുഞ്ഞു കുട്ടികളുടെ കൈ കിട്ടിയ കളിക്കോപ്പുകളായിട്ടാണ് നാം മനസ്സിലാക്കണം. ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്. അതുകൊണ്ടാണ് സൈന്യത്തിൽ കൂടെ ചേർത്തിരിക്കുന്ന നിങ്ങളോട്, അല്ലെങ്കിൽ നമ്മളോട് ഓരോരുത്തരോടും യൂദാ അപ്പസ്തോലൻ പറയുന്നത്, ശത്രു ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ആരാണ് എൻ്റെ ശത്രു? ഹല്ലേലൂയ. കാരണം നമുക്ക് എതിരെ ശത്രു വരുമ്പോൾ ആരാണെന്ന് മനസ്സിലാക്കി എങ്ങനെ നേരിടണം എന്ന് നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് കാണുന്നത്. ശത്രു സഭയിലേക്ക് വരുമ്പോൾ ഉറങ്ങിയിരിക്കുന്ന കാവൽക്കാരെയാണ് ഇന്ന് സഭയിൽ കാണുന്നത്. ഉറങ്ങിയിരിക്കുന്ന കാവൽക്കാർ, ഉറങ്ങിയിരിക്കുന്ന ദൈവജനം, ഉറങ്ങിയിരിക്കുന്ന സഭാ നേതാക്കന്മാർ. ഹല്ലേലൂയ. പഴയ നിയമത്തിലും കാവൽക്കാരെക്കുറിച്ച് ദൈവം പ്രവാചകന്മാരിലൂടെ
ഇസ്രായേലിനോട് പലവട്ടം സംസാരിക്കുന്നുണ്ട്. കാവൽക്കാർ എങ്ങനെ ആയിരിക്കണം, കാവൽക്കാരുടെ ഡ്യൂട്ടി എന്താണ്. ഇസ്രായേൽ ജനത്തോടെ നോക്കിയിട്ട് അവരോട് യെശയ്യാ പ്രവാചകനിലൂടെ ശക്തമായിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സംസാരിച്ചില്ലേ അല്ലേ? ദാസന്മാർ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കളവിതച്ചു. സഭയിൽ നമ്മളെ വിളിച്ച് സൈന്യത്തിൽ ചേർത്തിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാരും ദൈവമക്കളും നമുക്കൊരുപോലെ റെസ്പോൺസിബിലിറ്റി. ഇരുന്ന് ഉറങ്ങാനല്ല, നമ്മൾ പോരാടണം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചനം 56 അധ്യായത്തിലേക്ക് വരുമ്പോൾ 56 അധ്യായം അതിൻ്റെ 10-11 വളരെ ശക്തമായ ഭാഷയിലാണ് പ്രവാചകൻ ജനത്തോട് സംസാരിക്കും. 10-11 വാക്യങ്ങൾ വായിച്ചാൽ, അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരയ്ക്കുവാൻ വയ്യാത്ത ഊമ നായ്ക്കൾ, അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിക്കുവാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായ ഭാഷയിലാണ് യെശയ്യാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാവൽക്കാരെ കുറിച്ചും കാവൽക്കാരുടെ പ്രശ്നം എന്താണെന്ന് വളരെ കൃത്യമായിട്ടല്ലേ ഈ ഭാഗം എഴുതിയിരിക്കുന്നത് അല്ലേ? എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവചന പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട് കാവൽക്കാരായിട്ട് ഏൽപ്പിച്ചവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ 62 അധ്യായത്തിലേക്ക് വരുമ്പോൾ 62 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ നാം കാണുന്നു, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നമുക്ക് സ്വസ്ഥതയോടെ അലസതയോടെ ഇരിക്കുവാൻ പറ്റില്ല. നമ്മൾ യഹോവയെ ഓർപ്പിക്കണം. കാരണം ഈ ശത്രുവിനെ നേരിടേണ്ടതിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. നമ്മൾ നിരന്തരം യഹോവയെ ഓർപ്പിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവം ഇവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരെന്താണെന്നാണ് യെശയ്യാവിൻ്റെ 56 അധ്യായം 10-11 വാക്യങ്ങളിൽ ഇവര് കുരുടന്മാർ, പരിജ്ഞാനമില്ലാത്തവർ, കുരയ്ക്കുവാൻ വയ്യാത്ത ഊമ നായ്ക്കൾ, സ്വപ്നം കണ്ട് ഉറങ്ങുന്നവർ, തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ, സൂക്ഷിക്കാൻ അറിയാത്തവർ. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6 അധ്യായം അതിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ചാലോ? 6:17. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി, കാഹളനാദം ശ്രദ്ധിക്കുവിൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് സഭയുടെ കാവൽക്കാരായി മാറ്റിയ വേർതിരിച്ച നേതാക്കന്മാരുടെ റെസ്പോൺസ്. എന്താ? ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല. സ്വന്തം വഴിക്ക്, സ്വന്തം താല്പര്യങ്ങൾക്ക് അവർ തിരിഞ്ഞു. ഇവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? സഭയെക്കുറിച്ച് വിചാരമില്ലാത്തവർ കൂലിക്കാർ, ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവർ. ചെന്നായി വരുമ്പോൾ ആടുകളെ ഇട്ടേച്ച് ഓടിപ്പോകുന്നവർ. ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഈ ഒരു പിക്ചർ ഞാനിത് ഇവിടെ പറയുമ്പോൾ സഭാ നേതാക്കന്മാർക്ക് മാത്രമുള്ള റെസ്പോൺസിബിലിറ്റി അല്ല എൻ്റെ പ്രിയരെ. ഇത് നമുക്കും
കാരണം സൈന്യത്തിൽ ഉള്ള വ്യക്തികളാണ് നമ്മളും. നമ്മളോട് മുഴുവനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ജാഗരൂകരായിരിക്കണം. ഒരു കളയും അകത്തു കൊണ്ടുവന്ന് വിതയ്ക്കാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങി അലസന്മാരായിട്ടിരിക്കാനല്ല, നമുക്കൊരു യുദ്ധസേവയുണ്ട്. നാം നമ്മുടെ മുന്തിരിത്തോപ്പും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ മുന്തിരിത്തോപ്പും കാക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രിയരെ. ഈ ഒരു ചിന്ത മനസ്സിൽ വച്ചുകൊണ്ട് നമുക്കതിൻ്റെ 4-ാമത്തെ വാക്യമൊന്ന് ആരൊക്കെയാ എങ്ങനെയാ ഈ ശത്രു കടന്ന് ആക്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. 1-2-3 കാര്യങ്ങൾ ലിസ്റ്റ് അതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് തുടങ്ങാം. അതിൻ്റെ 4-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ, അൺഗോഡ്ലി പീപ്പിൾ. നമുക്കൊരു കോമൺ തിങ്കിങ് ഉണ്ട്. സഭയിൽ വന്നിരുന്ന് 2 കൈയടിച്ച് 2 പ്രാവശ്യം പാട്ടുപാടുകയും കൂട്ടത്തിൽ വരികയും ചെയ്താൽ പിന്നെ ഇവർ സഭയ്ക്കകത്തുള്ള വിശുദ്ധരാന്ന വിചാരം. അങ്ങനെയല്ല. അഭക്തർ, അൺഗോഡ്ലി പീപ്പിൾ. അവർക്ക് ഒരുപാട് പറയാനുണ്ട്, പ്രവൃത്തിയില്ല, ജീവിതമില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പറയുവാനും പുകഴുവാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വട്ടപ്പൂജ്യം. അൺഗോഡ്ലി പീപ്പിൾ, അഭക്തർ. ഇവരുടെ ചിന്തയും ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ ജീവിതം ഒരുപോലെയാ. ഒന്നുമില്ല അതിനകത്ത്. ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയും, പക്ഷെ ജീവിതമില്ല. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, നമ്മളോട് ചോദിക്കാറില്ല ചിലപ്പോൾ ചില വിളിച്ചു, എൻ്റെ ബ്രദറെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ബ്രദറെ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ബ്രദറെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ബ്രദറെ? ചോദിച്ചിട്ടില്ല അങ്ങനെ ഇല്ലേ? അഭക്തർ. അവരൊന്നും ഈ യുദ്ധസേവ ചെയ്യാൻ ദൈവം കൂട്ടിച്ചേർത്തിട്ടുള്ളവരൊന്നുമല്ല. അവരൊന്നും ശരിക്കും രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനായി ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളവരൊന്നുമല്ല. പ്രിയരെ, നാം തിരിച്ചറിയണം, ഇത് ശത്രുവാ. വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് നേരിടുന്ന ശത്രുവാ ഈ അഭക്തർ. യൂദാപ്പസ്തോലൻ നല്ല കൃത്യമായിട്ടാണ് പറയുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലും ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നാം നിൽക്കുമ്പോഴും ഒരുപോലെ പ്രസക്തമാണ്. അന്നുകൊണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അഭക്തർ. അപ്പോസ്തലനായ പൗലോസ് 2 തീമോത്തി 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ തൻ്റെ നിലപാട് അറിയിക്കുന്നുണ്ട്. 2 തീമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ. They lack the power of godliness. ബ്രദറെ, ഭക്തിക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഒന്ന് ഊതുമ്പോൾ താഴെ വീഴുന്ന ശക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഊതി വീഴിക്കുന്നു, തള്ളി വീഴിക്കുന്നു, അതൊന്നുമല്ല. പിന്നെന്താ ബ്രദറെ ഭക്തിയിലെ ശക്തി? എൻ്റെ പ്രിയരെ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രലോഭനങ്ങൾ സാത്താൻ കൊണ്ടുവരുമ്പോൾ, പാപം ചെയ്യാനായിട്ടുള്ള പ്രലോഭനം വരുമ്പോൾ അതിനെ ജയിക്കാനായിട്ട് വ്യാപരിക്കുന്നൊരു ശക്തിയില്ലേ, അതാ ഭക്തിയിലെ ശക്തി. ഹല്ലേലൂയ. പഥ്യവചനത്തെ മനസ്സിലാക്കണമെങ്കിൽ ഉയരങ്ങളിൽ നിന്നൊരു ശക്തി വ്യാപരിക്കണം പ്രിയരെ. അതാണ് ഭക്തിയിലെ ശക്തി. ഹല്ലേലൂയ. ഇതിനെ ത്യജിക്കുന്നവർ, അതാ ഞാൻ പറഞ്ഞു, അവർക്ക് പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല.
യൂദാപ്പസ്തോലൻ പറയുക, ഇവർക്കുണ്ടല്ലോ ശരിയായ ഉപദേശം പറഞ്ഞ് മനസ്സിലാവത്തില്ല. എന്റെ പ്രിയരെ, ശരിക്കും പഥ്യോപദേശം മനസ്സിലാകണമെങ്കിൽ ഉയരങ്ങളിൽ നിന്നുള്ള ആത്മാവ് വീണ്ടും ജനനമായി അകത്തു വരണം. ദൈവത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ് അകത്തു വരണം. ആത്മാവ് വേർതിരിച്ചു തന്നെങ്കിൽ ഇത് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ ഇതെന്താ പിന്നെ മനസ്സിലാവാത്തത്? ഹല്ലേലൂയ. ഒന്നുകിൽ ആത്മാവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം. ദൈവം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം കർത്താവേ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, രക്ഷിക്കപ്പെട്ടെന്നല്ല, ഇതുപോലെ വേർപെട്ട സഭയിൽ പോകുന്ന സമയത്ത് ഒരു കൾട്ട് ഗ്രൂപ്പിൽ ആദ്യം ചെന്ന് ചേർന്നു. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവമേ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഒന്ന് വെളിപ്പെടുത്തി തരണേ. ഹല്ലേലൂയ. അന്ന് ഞാൻ പോയിരുന്ന സഭയിൽ അവിടെയുള്ള ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പോകുമായിരുന്നു. പോയി അത് പറയുന്നത് നേരെ പിന്നീട് മനസ്സിലായി അത് മുഴുവനും പൊട്ടത്തെറ്റായിരുന്നു. അന്ന് കൃപയെക്കുറിച്ചൊക്കെ പറഞ്ഞത് വെറും പൊട്ടത്തെറ്റായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മുൻവിധികളൊന്നുമില്ലാതെ ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ കേട്ടിരിക്കും, എന്താ ഈ ദൈവദാസൻ പറയുന്നതെന്ന് അറിയാനായിട്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയർ, ഇതുപോലൊരു ആഗ്രഹം നമ്മുടെ ഉള്ളെങ്കിലുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, അതാ യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ആഗ്രഹം നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പാ പ്രിയരെ, ബാക്കി ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ശരിക്കും വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഇല്ല അവർക്ക്, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമില്ല, ശരിക്കുമുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഈ യൂദാപ്പസ്തോലൻ ഈ 4-ാം വാക്യത്തിൽ ഒന്നാമത് പറയുന്ന ശത്രു അഭക്തർ, അൺഗോഡ്ലി പീപ്പിൾ ഇൻ ദ ചർച്ച്. അൺഗോഡ്ലി പീപ്പിൾ ഇൻ ദ ചർച്ച് നമ്മുടെ ശത്രുക്കളാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്, ആ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നവർ, ക്രെപ്റ്റിൻ. ഈ ചിലർക്ക് സഭയിലേക്ക് നുഴഞ്ഞു വരുവാനായിട്ടുള്ള ആ ചാനൽ ഈ അഭക്തരാ കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ടാമത്തെ ഗ്രൂപ്പാ. ഈ സഭയിലിരിക്കുന്ന അഭക്തരാ ചിലരെ നുഴഞ്ഞ് അകത്തോട്ട് കയറ്റുന്നത്. അവർ വഴിയായി ബാക്കി നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാർ അകത്തു വരുന്നത്. ഇവരുടെ പ്രവർത്തനം മൂലം നടക്കുന്ന ക്രെപ്റ്റിൻ, അൺഅവെയർ. നമ്മൾ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ നമ്മൾ അറിയില്ല ഇവരകത്തു വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതുകൊണ്ടാണ് യൂദാപ്പസ്തോലൻ വളരെ ഹൃദയഭാരത്തോടെ പറയുന്നത്, ദൈവത്തിൻ്റെ സൈന്യം ഉണർന്നിരിക്കണം, അവെയറായിരിക്കണം. ഹല്ലേലൂയ. ഈ നുഴഞ്ഞു വരിക എന്ന വാക്ക്, അതിൻ്റെ ഗ്രീക്ക് ഭാഷയുടെ മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം സ്ലിപ്പ് ഇൻ സീക്രട്ട്ലി ടു സ്റ്റീൽ ഇൻ അണ്ടർ കവർ. സ്റ്റെപ്പ് ഇൻ സീക്രട്ട്ലി ടു സ്റ്റീൽ ഇൻ അണ്ടർ കവർ. പതുങ്ങിയിരുന്ന് മോഷ്ടിക്കുവാനായിട്ട് സഭയിൽ കടന്നു കയറുന്നവർ, പിശാചിൻ്റെ ഏജൻസുകളായിട്ട് സഭയിലേക്ക് കടന്നു വരുന്നവർ. എൻ്റെ പ്രിയരെ, ഇവരിങ്ങനെയാണ് വരുന്നത്, പിശാചിൻ്റെ ഏജൻസുകളായിട്ട്. ഗലാത്യ സഭയിലെ പ്രശ്നം നമുക്കറിയാലോ. ഗലാത്യ സഭയിൽ അങ്ങനെ കടന്നു വന്ന ആൾക്കാരാ പരിച്ഛേദനവാദികൾ, അല്ലേ? പരിച്ഛേദനവാദികൾ. അവരെങ്ങനെ വന്നെന്നുള്ളത് ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ കൃത്യമായിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2:4 അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം നുഴഞ്ഞു കയറി വന്നവർ, പരിച്ഛേദനക്കാർ. അവരെന്തിനാ കടന്നു വന്നത്? നമ്മെ അടിമപ്പെടുത്തേണ്ടത്
അടിമപ്പെടുത്തേണ്ടതിന്, ഇന്നും അങ്ങനെ തന്നെയല്ലേ, നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്, നമുക്ക് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ മറിച്ചു കളയേണ്ടതിന്. ഗലാത്യ സഭയില് അപ്പോസ്തലനായ പൗലോസ് കൃപയാൽ വിശ്വാസത്താൽ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അയക്കപ്പെടാതെ സ്വയ ഇഷ്ടത്താൽ കടന്നു വന്നവർ വന്ന് പ്രസംഗിച്ചു, നോ 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 നോ, പരിച്ഛേദന കൂടി വേണം. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ മറിച്ചു കളയാൻ ആഗ്രഹിക്കുന്നവർ, നുഴഞ്ഞു കയറി വന്നവർ, ഇവര് വന്നിരിക്കുന്നത് ആരും അയച്ചിട്ട് വന്നവരല്ല, ഇവര് സ്വയമായി വന്നവരാ. കർത്താവ് തന്നെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, ഐ ആം സെന്റ് ബൈ ഫാദർ. ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ട അപ്പസ്തോലൻ. നാം ഏറ്റുപറഞ്ഞ് പറയുന്ന അപ്പസ്തോലനും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോലൻ അയക്കപ്പെട്ടവൻ. അപ്പസ്തോലൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അയക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. പ്രിയരെ, ഈ നുഴഞ്ഞു കയറി വരുന്നവരുണ്ടല്ലോ, ഇവരാരും അയച്ചിട്ട് വരുന്നവരൊന്നുമല്ല. ദേ കം ബൈ ദംസെൽവ്സ്. ഇവരെ ശ്രദ്ധയോടെ സഭയിലെ വിശുദ്ധർ ശ്രദ്ധയോടെ ഉണർന്നിരുന്നില്ലെങ്കിൽ ഇവരകത്ത് കയറുന്നതും ഇവരുടെ ഇത്തിക്കണ്ണി പോലെ സഭയിൽ കടന്നുകൂടിയിട്ട് സഭയിൽ നമുക്ക് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ എങ്ങനെ മറിച്ചു കളയുന്നുവെന്നും നാം അറിയില്ല. ഇതൊരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെയാണ് ഇന്ന് സഭകളെല്ലാം ബാധിച്ചിരിക്കുന്നതാ. കാരണം യുദ്ധസേവ ചെയ്യേണ്ട ക്രിസ്തുയേശുവിലെ ദൈവമക്കൾ വിളിക്കപ്പെട്ടവർ അവർ കാവൽക്കാരായിരിക്കുന്നില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-18 വാക്യങ്ങളിൽ കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളൊന്ന് വായിക്കാം. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. സ്വയമായി കടന്നു വരുന്നവൻ, സ്വയമായി പ്രസ്താവിക്കുന്നവൻ എന്താ അന്വേഷിക്കുന്നത്? സ്വന്തം മഹത്വം. അല്ലെ, 56 വായിച്ചില്ലേ? യെശയ്യാവിന്റെ 56 താന്താന്റെ വഴിക്ക് പോകുന്നവർ സ്വന്തം ലാഭം, അവരുടെ ഉദ്ദേശം അതാ. തുടർന്നാട്ടെ സിസ്റ്ററെ. തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിൽ ഇല്ല. മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം പക്ഷേ തന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ, അല്ലെ, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സത്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്നെ അയച്ചവനെ മഹത്വപ്പെടുത്തുക. അപ്പോസ്തലന്മാരെ ആരും തന്നെയല്ല മഹത്വപ്പെടുത്തിയത്, തന്നെയല്ല ഉയർത്തിയത്. കർത്താവിനെ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ താൻ പ്രസംഗിച്ച തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ഉയർത്തിയത്. ഹല്ലേലൂയ. യൂദാ അപ്പോസ്തലനും അതാ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. തനിക്ക് ലഭിച്ച ഈ വലിയ രക്ഷയെ ഓർത്ത് ഈ ദൈവത്തെ ഒന്ന് പുകഴ്ത്തുവാൻ, ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ താൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം നേരെ തിരിച്ചായിരുന്നു. അത് നമുക്കിങ്ങനെയുള്ള ഒരു പ്രബോധന എഴുത്ത് നമുക്ക് ലഭിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഹല്ലേലൂയ. സ്വന്തം മഹത്വമല്ല, തന്നെ അയച്ചവൻ്റെ മഹത്വം. ഹല്ലേലൂയ. നുഴഞ്ഞു കയറി വന്നവർ അന്വേഷിക്കുന്നത് സ്വന്തം മഹത്വം. ഈ യൂദായുടെ ലേഖനം നാം പഠിക്കുമ്പോൾ 2 പീറ്ററും അതിനോട് ചേർന്ന് പോകുന്ന ഒരു ലേഖനമാണ്. 2 പീറ്ററും നമ്മൾ ഒപ്പം എടുത്ത് കയ്യിൽ വെച്ചോണം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ ദുരുപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഹല്ലേലൂയ. അവരും നുഴഞ്ഞു കയറി വന്നവർ, അല്ലേ? ഇവരും നുഴഞ്ഞു കയറി വന്നവരാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കിയാൽ ഹൂ പ്രൈവലി ഷാൽ ബ്രിങ് ഇൻ ഡാംനബിൾ ഹെറസീസ്. പ്രൈവലി തന്നെ നുഴഞ്ഞ്, അല്ലെങ്കിൽ ബ്രിങ് ഇറ്റ് ഇൻ പ്രൈവലി, രഹസ്യമായി അകത്ത് കടന്നു വന്ന് രഹസ്യമായി അകത്ത് പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ.
ഹല്ലേലൂയ. ഇങ്ങനെയായിരുന്നു ഗലാത്യ സഭയിലും ഹല്ലേലൂയ പരിച്ഛേദനവാദികൾ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ നിലയിൽ സംസാരിക്കുന്നവർ, ഈ നിലയിൽ കടന്നു കയറി വരുന്നവർ, നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഔട്ട്റേജിയസ് ആയിട്ട് ദൈവവചനത്തിനെതിരായിട്ട് ഇവർ ചെയ്യുമെന്ന്, പ്രവർത്തിക്കും, സംസാരിക്കുമെന്ന്. അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. പിശാച് വളരെ തന്ത്രശാലിയാ അല്ലേ? പിശാച് വളരെ തന്ത്രശാലിയാ. പിശാചിനറിയാം ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കലക്കിയും കൊടുത്താൽ മതി. ഹലയിൽ. പക്ഷെ പത്രോസ് പറയുന്നത് മായമില്ലാത്ത പാൽ കുടിപ്പാനാണ് പറഞ്ഞത്. മായമില്ലാത്ത പാൽ കുടിക്കണമെങ്കിൽ മായമില്ലാത്ത പാൽ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം അല്ലേ? ഹല്ലേലൂയ. ഫേക്ക് നോട്ടും ഒറിജിനൽ നോട്ടും അറിയാൻ ഫേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ പഠിക്കേണ്ടത്? ഒറിജിനൽ എന്താന്ന് പഠിച്ചാൽ മതി. കൃത്യമായ പഥ്യോപദേശം എന്തെന്ന് നമുക്ക് അറിഞ്ഞാൽ എവിടെ ഫേക്ക് ഉണ്ടാലും നമുക്ക് മനസ്സിലാവും. ഒരു പുൾപിറ്റിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വചനത്തിൽ തിട്ടമുള്ള ദൈവമക്കൾക്ക് മനസ്സിലാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് സഭയിലേക്ക് കടന്നു വരാൻ പറ്റിയത്? യൂദാപ്പസ്തലൻ പറയുക, സഭയിലെ യഥാർത്ഥ വിശ്വാസികൾ ഉണർന്നിരുന്നില്ല, അവരുറങ്ങിയിരുന്നു. സൈനികർ ഉറങ്ങിപ്പോയി. യെശയ്യാവിന്റെ 56 പറയുന്നത് പോലെ ഉറങ്ങിപ്പോയി. ഒരു റെസ്പോൺസിബിലിറ്റിയുമില്ല. എൻ്റെ പ്രിയരെ, ഈ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കിടക്കണം. സഭയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, വൈഡ്ലി ഓപ്പൺ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ നാമധേയ സഭകളിൽ ഇതുപോലെ ഒരാൾക്ക് കയറി നിന്നിട്ട് അവന് തോന്നുന്നു പ്രസംഗിക്കാൻ പറ്റുമോ? അതുപോട്ടെ, അവിടെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച വായിക്കേണ്ട ദൈവവചന ഭാഗം ഏതാന്ന് അത് മാറ്റി വായിക്കാൻ പറ്റുമോ? ഒരു സമ്മതിക്കില്ല. നമ്മുടെ സഭകളിലോ ചെക്ക് പോസ്റ്റ് ഈസ് ഓപ്പൺ, ആർക്കും വന്ന് സംസാരിക്കാം. നിങ്ങൾ മറ്റുള്ള സഭകളിലേക്ക് എടുത്ത് നോക്കി, കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് എന്ത് വായിക്കണം എന്നുള്ളത്. ഞാനതിനെ മഹത്വീകരിച്ച് പറയുകയല്ല. അവർക്ക് അതിനെ അത്രയെങ്കിലും ബോധമുണ്ട്. തോന്നുന്നത് പോലെ വചന പുസ്തകം എടുത്ത് വചനം ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് പറഞ്ഞിട്ടുള്ള വചനം വായിക്കുക, അതിനപ്പുറത്തോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഈ വേർപെട്ട സഭകളിൽ ആർക്കും വന്ന് എന്തും പറയാം. ഹല്ലേലൂയ. നമ്മൾ ജാഗരൂകരായിരിക്കണം, സഭയുടെ നേതാക്കന്മാർ ജാഗരൂകരായിരിക്കണം. ഹല്ലേലൂയ. അതിനെന്താ ബ്രദറെ പറഞ്ഞിട്ടങ്ങ് പൊക്കോട്ടെ, നല്ലത് എടുത്തിട്ട് ചീത്തത് കളഞ്ഞാൽ പോരാനോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെ എന്തിനാ ആടുകളെന്ന് വിളിച്ചത്? ഇത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലേ? എന്തിനാ ആടുകളും ഇടയനെന്ന് വിളിച്ചത്? ആടിനെ സ്വന്തമായിട്ട് മേഞ്ചി നിന്നാമെങ്കിൽ അറിയാം, ഇടയൻ ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സഭകൾ ആത്മീയ നേതാക്കന്മാർ അലസന്മാരായി ആശ്രതയുള്ളവരായിട്ടിരിക്കുക. ദൈവകൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്ന ഒരു ചർച്ചിൽ കൃത്യമായിട്ട് അറിയാം, ഒരഭക്തൻ അല്ലെങ്കിൽ ദൈവവചനത്തിന് അതിനെ കോട്ടിക്കളയാൻ അല്ലെങ്കിൽ അങ്ങനെ കടന്നു വരുന്നവരെ വ്യക്തമായിട്ടറിയാം. ഹല്ലേലൂയ. അപ്പോൾ ബ്രദറെ, സഭയിലേക്ക് എല്ലാവരും വരണ്ടേ? നോ, അങ്ങനെയൊന്നുമില്ല. ആരാ പറഞ്ഞത്? സഭയെന്ന് വെച്ചാൽ ആരാ? ക്രിസ്തു തലയായി ശരീരമാകുന്ന അംഗങ്ങളായിരിക്കുന്നത്. അംഗങ്ങൾ വന്നാൽ മതി സഭയിൽ. എല്ലാവരും വരാനുള്ള സ്ഥലമല്ല സഭ. അഭക്തരും വഴിയെ പോകുന്നവരൊക്കെ, പണ്ടൊരു ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിച്ച വഴിയെ പോകുന്നവരെ കാത്തു കയറും. നമുക്കൊന്നും ദിവസം അഹങ്കാരം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ആ ദേവദാസന്റെ ഉത്തരവാദിത്വ ബോധമാണ് കാണിക്കുന്നത്. അവിടെ എത്രത്തോളം തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തോടെ എത്രത്തോളം ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ ഒരുക്കി അങ്ങ് നിത്യതയിൽ എത്തിക്കുന്നത് വരെ തന്നെ ഏൽപ്പിച്ചിടത്തോളം കാലം സൂക്ഷിപ്പാനായിട്ട് വന്നവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരും വന്ന് കയറാനുള്ള സ്ഥലമല്ല സഭ. ദൈവത്തിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരമല്ലേ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ 6:17 നിങ്ങൾ മറന്നോ? യിരെമ്യാ പ്രവാചകൻ 6:17 എന്താ? ഒന്നുകൂടെ വായിച്ചാലോ? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ
ഹല്ലേലൂയ. 17 വായിക്കുക, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കാഹളനാദം ശ്രദ്ധിക്കുമെന്ന് കൽപ്പിച്ചു, എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല. കാഹളനാദം, ശത്രു വരുമ്പോൾ കാവൽക്കാർ കാഹളനാദം ഊതും. അപ്പോൾ കേട്ടാൽ ആ കാഹളനാദം കേൾക്കുമ്പോൾ ഒരുങ്ങി പൊരുതാനായിട്ട്, പോരാടാനായിട്ട് ഒരുങ്ങി നിന്നോണം. പക്ഷേ കാവൽക്കാർ പറയും, നോ, ഞങ്ങൾ കേൾക്കില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ യൂദ ബ്ലോവിങ് ദ ട്രംപറ്റ്, കാഹളനാദം ഊതുകയ. IPC ഫെയ്സ് സെൻ്ററിലെ ദൈവമക്കളെ, വിശുദ്ധരെ, ഉണരുവീൻ, യുദ്ധസേവ ചെയ്യുവീൻ, ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നില്ലേ? എഫെസ്യ ലേഖനത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. സത്യം അരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, വിശ്വാസം എന്ന പരിച പിടിച്ച്, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് ധരിച്ച്, രക്ഷ എന്ന ശിരസ്ത്രവും വചനമെന്ന വാളും ധരിച്ച് റെഡിയായിട്ട് ഒരു ആർമറൊക്കെ ധരിച്ച് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ നിർമ്മലതയോടും വിശുദ്ധിയോടും കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒരു നിർമ്മല കന്യകയാ പ്രിയരെ. പ്ലീസ്, നമ്മുടെ കർത്താവും അപ്പസ്തോലന്മാരും വാമൊഴിയാലും വരമൊഴിയാലും നമുക്ക് തന്നിരിക്കുന്ന ഈ പുസ്തകങ്ങളിൽ എത്രത്തോളം കെയർഫുള്ളായിട്ട് ഈ സഭയെ സൂക്ഷിക്കണം. എൻ്റെ പ്രിയരെ, നമ്മൾ സഭയുടെ അംഗങ്ങളാണ്. ഡു യു നോ നമ്മുടെ പദവി എന്തെന്നറിയാവോ? ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നാം. പഴയ നിയമ വിശുദ്ധന്മാർക്കോ ദൂതന്മാർക്കോ ലഭിക്കാത്തതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡു യു നോ ദാറ്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, ഇത്ര വലിയ ധനത്തെ, ഇത്ര വലിയ നിധിയെ, മണ്ണെ പ്രതി മാണിക്യത്തെ പ്രതി ഉപേക്ഷിച്ച് കളയരുതേ. അത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഇത് നിധിയാണെന്നും ഇത് വളരെ വിലപ്പെട്ടതാണെന്നും ഇത് ആർക്കും ലഭിക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിന് കരുണ തോന്നി എനിക്ക് നേടാൻ പറ്റാതെ കർത്താവ് കൃപയാൽ തന്നത് ഞാനിങ്ങനെ കൈനീട്ടി വാങ്ങിച്ചതാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത്രയ്ക്ക് വലുതാണ് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ റെസ്പോൺസിബിൾ ലൈഫ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മകളിൽ പ്രിയരെ, എന്താ നമ്മുടെ കൂട്ടായ്മകളിൽ മറ്റുള്ള വ്യക്തികൾ അല്ല മറ്റുള്ള നാമധേയ ചർച്ചകളിൽ കൂട്ടായ്മകളിലുള്ള വ്യത്യാസം? നമ്മുടെ കൂട്ടായ്മകളിൽ അത് നിർജീവമാകാതിരിക്കാൻ ഇത് ജീവൻ പ്രാപിക്കണം. ജീവനില്ലാതെ നമ്മൾ എത്ര കൂടി വന്നാലും മറ്റുള്ളവരുടെ കൂട്ടായ്മകൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതങ്ങ് അച്ചങ്ങ് പോയാൽ മതി. നമ്മുടെ കൂട്ടായ്മകൾ അങ്ങനെയല്ല. നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ വരണ്ട ഫീലിംഗ് ആയിരിക്കും, ഒരു ഉണങ്ങിയ അവസ്ഥയായിരിക്കും. ജീവൻ പ്രാപിക്കണം. അതുകൊണ്ടാ ജീവനുള്ള കല്ലുകളായി നമ്മൾ ഒന്നിച്ചു വന്ന് ഒരു ഭവനമായിട്ട് പണിയപ്പെടുന്നതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജീവൻ പ്രാപിക്കുന്ന അനുഭവം ഉണ്ടായില്ലെങ്കിൽ കൂട്ടായ്മകൾ നമുക്ക് വിരസമായിട്ട് തോന്നും, ഡ്രൈ ആയിട്ട് തോന്നും. അതിന് കാരണം ജീവൻ പ്രാപിക്കാത്തത് കൊണ്ടാ, ജീവൻ ഒഴുകാത്തത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ നാലാം വാക്യം ഞാൻ പറഞ്ഞില്ല, നമുക്ക് തീർക്കുവാൻ സമയമില്ല. 4-ന്റെ ആദ്യ ഭാഗത്ത് എന്താ അവരുടെ കുഴപ്പമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് 4 ഒന്ന് വായിച്ചു. ദൈവത്തിൻ്റെ കൃപയെ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ കാമവൃത്തിക്ക് ഹേതുവാക്കി ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ. ഇത് വേറൊരു ഗ്രൂപ്പാണ്. ഞാൻ 2 ഗ്രൂപ്പെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അഭക്തർ, നുഴഞ്ഞു കയറി വന്നവർ. മൂന്നാമതൊരു ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ. Why these people creep in? അവരെന്തിനാ നുഴഞ്ഞകത്ത് കയറുന്ന? എന്തിനാ? സഭയുടെ നിർമ്മല ഉപദേശത്തെ, പഥ്യ ഉപദേശത്തെ മറിച്ചു കളയുവാൻ. ഇതിന് വഴിയൊരുക്കുന്നത് ആരാ? സഭയിലിരിക്കുന്ന അഭക്തർ. ഹല്ലേലൂയ.
അതിൻ്റെ ഇംഗ്ലീഷിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ നാലാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ടേണിങ് ദ ഗ്രേസ് ഓഫ് അവർ ഗാഡ് ഇൻ ടു ലസീവിയസ്നെസ്. ദുഷ്കാമവൃത്തി, ലസീവിയസ്. ഈ ദുഷ്കാമവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ കാമം എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ട് സെക്ഷുവൽ ഡിസോർഡർ ആണെന്ന് മാത്രം ചിന്തിക്കരുത്. അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ. ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പറഞ്ഞാൽ, എൻ്റെ പ്രിയരെ, സഭയുടെ പുൾപുറ്റിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ, പ്രസംഗത്തിൽ നമ്മുടെ ഫോക്കസ് നിത്യതയിലേക്ക് ഫിക്സ് ചെയ്യാത്ത പ്രസംഗങ്ങൾ എല്ലാം ഇതിനകത്ത് വിടും. ഈ ഭൂമിയിലേക്കും ഇന്ന് ലഭിച്ച് നാളെ ഇല്ലാതായി പോകുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇത് ദുഷ്കാമവൃത്തിക്ക്. അതാ അവരുടെ ഡിസയർ, അതാ അവരുടെ ആഗ്രഹം, അതാ. ഹല്ലേലൂയ. ഒപ്പം ഈ വക ആൾക്കാരുടെ താല്പര്യം എന്താണെന്നറിയോ? ഒരു ധാർമ്മിക നിയന്ത്രണം ഒന്നും വേണ്ട, മാന്യത വേണ്ട, മോറൽ റെസ്ട്രെയിൻസ് ഒന്നും വേണ്ട. കാരണം അന്ന് അങ്ങനെ ഒരു പഠിപ്പിൽ കൃപ ലഭിച്ചവരുടെ കൂട്ടമാണല്ലോ. അപ്പോൾ 6-ാം അധ്യായം റോമാലേഖനത്തിൽ പറഞ്ഞ കൃപ പെരുകേണ്ടതിന്, അന്ന് അങ്ങനെ ഒരു തോട്ടുണ്ട്, ഓൾറെഡി എക്സിസ്റ്റിങ് അന്നുണ്ട്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്താൽ പോരെ. റോമ 6:1 പറയുന്നുണ്ട്, നോ, അങ്ങനെയല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ 2010-15 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര ഇല്ലെന്നാണ്. ഹൈപ്പർ ഗ്രേസ് അല്ലേ? ഹല്ലേലൂയ. ഹൈപ്പർ ഗ്രേസ് ഭയങ്കരമായിരുന്നു. തെറ്റായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൃപയെ ഉപയോഗിക്കുന്നവർ, മാനം, സ്ഥാനം, പണം, പദവി. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇതൊന്നും ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ഇതെല്ലാം ജഡികരാ. എൻ്റെ പ്രിയരെ, ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചല്ലോ. നമ്മളിന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് രാത്രിയിൽ ഈ ഭാഗം പഠിക്കുവാനായിട്ട് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത കൂടി വരവിൽ ചിന്തിക്കാം. അപ്പോസ്തലനായ യൂദാ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാ പ്രിയരെ. ഞാനും ഈ സഭയിലും ഇപ്രകാരം ഈ ശരീരത്തിൻ്റെ അംഗമാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുക. എൻ്റെയും ആ ആറ്റിറ്റ്യൂഡ് എന്താ, എൻ്റെയും നിലപാടെന്താ, എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ജീവിച്ചു പോകണമെന്നാണോ? ഹല്ലേലൂയ. പക്ഷേ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ എന്ത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് നിത്യതയാണോ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം നിത്യതയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോ ഇവിടെ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ നിത്യതയെ അല്ലെങ്കിൽ ആ ഭക്തിയെ ഒരു ഉപാധിയാക്കി മാറ്റിയിരിക്കുകയാണോ? ഹല്ലേലൂയ. ഞാനും ആ കൂട്ടത്തിലാണോ? നാം ചിന്തിച്ചോണം. ഇന്നിവിടെ കടന്നു പോകുമ്പോൾ ഞാൻ ആ സൈന്യത്തിൽ പെട്ടവനാണോ, അതോ അഭക്തരുടെയും നുഴഞ്ഞു കയറി വന്നവരുടെയൊക്കെ കൂട്ടത്തിൽ പെട്ടവരാണോ? എൻ്റെ ചിന്തകളിലും ഡീവിയേഷൻസ്, മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നന്നായിട്ട് ഞാൻ തുടങ്ങിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ നിലപാടുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ പ്രവർത്തികളിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ മുന്നറിയിപ്പ് നാം ഏറ്റെടുത്ത് നമ്മളെ എന്തിനായി സൂക്ഷിച്ചിരിക്കുന്നു? ക്രിസ്തുവേശുവിനായി സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം സഭയാകുന്നു. ഹല്ലേലൂയ എന്നുള്ള തിരിച്ചറിവുണ്ടായി അതിനായിട്ട് ഒരുങ്ങാനായിട്ട് നമുക്ക് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത കൂടി വരവിൽ നമുക്ക് തുടർന്ന് ഇതിൻ്റെ ഭാഗത്തും ചിന്തിക്കാം.